എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 118 കൺവിതു പഴിതൽ നയനകാന്തി മങ്ങൽ. കാമുക ദർശനത്തിന് ആർത്തിയോടെ കാത്തിരുന്ന് നിരാശയായി. കണ്ണുകളുടെ പ്രകാശം ക്രമേണ മങ്ങുകയായി നായികയ്ക്ക്. കാമതാപത്താൽ മെലിയുന്നതിൻ്റെ ഒരു അനന്തരഫലമാണ് ഈ അവസ്ഥ. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഈ അധികാരം ബന്ധിച്ചിരിക്കുന്നു. കണ്ടാങ്ങ് കലുഴുവ തെവൻ കൊലോ തണ്ടാനോയ് താം കാട്ട യാം കണ്ടത് കൺകൾ കലങ്ങുന്നതെന്തേ അവ തന്നെ കാണിച്ചതല്ലിയൻ രോഗം. തണ്ടാനോയ് എന്ന് പറഞ്ഞാൽ ഈ കാമദുഃഖത്തെ യാം ഞാൻ കണ്ടത് അറിഞ്ഞ് താം കാട്ട അവ എനിക്ക് കാട്ടിത്തന്നത് കൊണ്ടല്ലേ. കലുഴുവതു കരയുന്നത് എൻകൊൽ എന്തിനാണാവോ. കരഞ്ഞു കരഞ്ഞ് നീ കണ്ണിൻ്റെ കാന്തി കളഞ്ഞു കുളിച്ചുവല്ലോ, കുറെയൊക്കെ ക്ഷമിക്കാൻ പഠിക്കണ്ടേ എന്നുള്ള തോഴിയുടെ ചോദ്യത്തിന് നായിക ഇങ്ങനെ വിശദീകരണം നൽകുന്നു. ഈ കണ്ണുകളുടെ കാര്യം കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഭേദം. വെറുതെ ഇരുന്ന എനിക്ക് ആദ്യമായി അദ്ദേഹത്തെ കാട്ടിത്തന്നത് ഈ കണ്ണുകളാണ്. അതുമൂലം ഞാൻ ഇന്ന് വിട്ടൊഴിയാത്ത വിരഹതാപം അനുഭവിക്കാറായി. ഇപ്പോഴാകട്ടെ ഈ കണ്ണുകൾ അദ്ദേഹം എവിടെ കാണുന്നില്ലല്ലോ, വേഗം എനിക്ക് കാട്ടിത്തരൂ എന്ന് നിരന്തരമായി എന്നെ ശല്യം ചെയ്ത് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. തെരുന്തുണരാ നോക്കിയ ഉൺകൺ പരിന്തുണരാ പൈതൽ ഉഴപ്പതെവൻ പരിണാമമോരാതെ കണ്ട മൈക്കണ്ണുകൾ ശമമറ്റു ദുഃഖിപ്പതെന്തേ. തെരിന്തുണരാ കണ്ടറിയാതെ, നോക്കിയ നായകനെ നോക്കിക്കണ്ട, ഉൺകൺ മയ്യുണ്ട കണ്ണുകൾ. പരിന്തുണര ഭവിഷ്യത്ത് അറിയാതെ, അതായത് സ്വയം സമാധാനിക്കാതെ. പൈതൽ ഉഴപ്പത് ദുഃഖം അനുഭവിക്കുന്നത് എവൻ എന്തു ഭാവിച്ചിട്ടാണ്. വരും വരായികകളെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാതെ കാമുകനെ ആർത്തിയോടെ നോക്കുകയും അവൻ്റെ പൗരുഷദീപ്തി ആവോളം ആസ്വദിക്കുകയും ചെയ്ത എൻ്റെ കണ്ണുകൾ എന്തിനാണ് ഇന്ന് ഇങ്ങനെ ദുഃഖിക്കുന്നത്. ഈ ദുഃഖം സ്വയം കൃതാനർത്ഥമെന്നു കരുതി എന്തുകൊണ്ട് അവ സമാധാനിക്കുന്നില്ല. കതുമെന താം നോക്കി താമേ കലുഴും ഇതുനകത്തക്ക തുടയ്ത്തു വിരവോടു താൻ നോക്കി താനേ കരയുമീ നിലപാടു പരിഹാസ്യമത്രേ. കതുമെന താം നോക്കി എന്ന് പറഞ്ഞാൽ അന്ന് നായകനെ താനായി തന്നെ ആർത്തി പൂണ്ട് നോക്കി. താമേ കലുഴും ഇന്ന് താനായി തന്നെ കരയുന്നു. ഈ അവിവേകം നകത്തക്കത് പരിഹാസ്യമാകുന്നു. താൻ തന്നെ മുൻകൈയെടുത്തും അടങ്ങാത്ത ആർത്തിയോടും അത്ര തന്നെ ബന്ധപ്പെട്ടും അന്ന് കാമുകനെ കാണാൻ ഉഴറുകയായിരുന്നു. ഇന്നോ കാണാത്തതിൽ കരയുകയും ചെയ്യുന്നു. പരിണതഫലത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ ഓരോന്ന് വരുത്തി വച്ചിട്ട് ഇപ്പോൾ വെറുതെ കരയുന്ന കണ്ണുകളുടെ ഈ ഒരു ദുരവസ്ഥ തീർത്തും പരിഹാസ്യം തന്നെയാണ്. പേയലാറ്റ നീരുലന്ത ഉൺകൺ ഉയലാറ്റ ഉയിവിൽ നോയ് എൻകൺ നിറുത്തു ഉയിർ ദുഃഖമുള്ളിലെ നിർത്തിയൻ മൈക്കൺകൾ വരളുന്നു കരയാനെഴാതെ. ഉൺകൺ എന്ന് പറഞ്ഞാൽ ഈ മയ്യണിഞ്ഞ കണ്ണുകൾ. ഉയലാറ്റ ഇനി ജീവിക്കുകയില്ല എന്ന അവസ്ഥയ്ക്ക് കാരണമായ ഉയിവിൽ നോയ് വിട്ടൊഴിയാത്ത കാമദുഃഖത്തെ എൻകൺ എന്നിൽ തന്നെ നിറുത്തു അവശേഷിപ്പിച്ചിട്ട് പേയലാറ്റ നീരൊഴുക്കാതെ നീരുലന്ത വെള്ളം വറ്റിപ്പോയ വിധത്തിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാം സ്വയം വരുത്തി വെച്ച ശേഷം അതിൻ്റെ പരിണതഫലമായ ഈ പ്രാണസങ്കടം എന്നിൽ തന്നെ അവശേഷിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ കണ്ണുകൾ സ്വയം വറ്റി വരളുകയും ചെയ്യുന്നു. അതായത് കരയാൻ പോലും കഴിയുന്നില്ല. പടലാറ്റ പൈതൽ ഉഴക്കും കടലാറ്റ കാമനോയ് ചെയ്തവൻ കടലിനേക്കാൾ പെരിയ കാമദുഃഖം തന്ന കൺകൾ ഉഴറുന്നു നിർനിദ്രം. കടലാറ്റ കടൽ പോലും ചെറുതാണെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ കാമനോയ് കാമദുഃഖത്തെ ചെയ്ത വരുത്തിവെച്ച എൻ കൺ ഈ കണ്ണുകൾ പടലാറ്റ നിദ്രയില്ലാതെ പൈതൽ ഉഴക്കും ദുഃഖത്തെ അനുഭവിക്കുന്നു. ഈ കണ്ണുകളാണല്ലോ അന്ന് എനിക്ക് സമുദ്രത്തേക്കാൾ വലുതും അസ്വസ്ഥവുമായ കാമതാപത്തെ തന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ ഇന്ന് അവ അല്പം പോലും ഉറക്കമില്ലാതെ ഉഴലുന്നു.
അന്ന് കാമതാപത്തെ കൊടുത്തു. ഇന്ന് ആ കണ്ണുകൾ അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാതെ ഉഴലുകയാണ് ചെയ്യുന്നത്. ഓ ഓ ഇനിതേ എമക്കിന്നോയ് ചെയ്ത കൺ താ ഇതറുപട്ടതു. ഹാ നന്ന് ദുഃഖമെനിക്കു തന്നീ കൺകൾ കൂടിയും ഇമ്മട്ടിലായി. എമക്ക് പാവമായിട്ടുള്ള എനിക്ക്, ഇന്നോയ് ഈ കാമദുഃഖം, ചെയ്ത വരുത്തിവെച്ച കണ്ണുകൾ, താം എന്ന് പറഞ്ഞാൽ അവയും, ഇതർപ്പെട്ടത് ഉറങ്ങാൻ കഴിയാത്ത ഈ അവസ്ഥയിൽപ്പെട്ടത്. ഓ ഓ ഇനിതേ ആഹാ വളരെ നന്നായി, അങ്ങനെ തന്നെ വേണം. താങ്ങാനാവാത്ത കാമദുഃഖത്തെ സമ്മാനിച്ച എൻ്റെ ഈ കണ്ണുകൾ അതേ ദുഃഖം സ്വയം അനുഭവിക്കുന്നതും അല്പം പോലും ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽപ്പെട്ട് ഉഴലുന്നതും തീർത്തും രസകരം തന്നെ. കണക്കായി പോയി, അങ്ങനെ തന്നെ വേണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ നായിക പറയുന്നത്. ഉഴന്തുഴന്തുൾ നീർ അറുക വിഴൈന്തിഴൈന്തു വേണ്ടി അവർ കണ്ട കൺ കേണു നീർ വറ്റട്ടെ ആർത്തിയോടുഴറിയൻ നാഥനെ കണ്ടതാം കൺകൾ. വിഴൈന്തു ആർത്തിയോടെ, ഇഴൈന്തു ആർദ്രവും തരളവുമായിട്ട്, വേണ്ടി എന്ന് പറഞ്ഞാൽ ആഗ്രഹപൂർവം, അവർ കണ്ട കൺ അവനെ നോക്കുവാൻ തത്രപ്പെട്ട ഈ കണ്ണുകൾ. ഉഴന്തുഴന്തു ഇന്ന് പോള കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ ദുഃഖമഗ്നമായി ആ കണ്ണുകൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച്. ഉൾനീർ അവയ്ക്കുള്ളിലുള്ള നീർ, അറുക വറ്റിപ്പോകുമാറാകട്ടെ. അന്നൊക്കെ നാഥനെ കാണാൻ വിരഞ്ഞുഴറിയ കണ്ണുകൾ അതിൻ്റെ ശിക്ഷയെന്നോണം ഇന്ന് കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റി വരണ്ടു പോകട്ടെ. ആരെ കണ്ട് സന്തോഷിച്ചുവോ അവനെ കാണാതെ ദുഃഖിച്ച് ഈ കണ്ണുകൾ നിസ്തേജമായി പോകട്ടെ എന്നാണ് നായിക പറയുന്നത്. പേണാതു പെട്ടാർ ഉളർമന്നോ മറ്റവർ കാണാ തമൈ വിലകൺ പൊയ്വാക്കാൽ സ്നേഹിപ്പോൻ വന്നുവോ കാണാതെ വയ്യെന്നുഴറുന്നു കൺകൾ. പേണാതു സ്നേഹിക്കാതെ, പെട്ടാർ സ്നേഹിച്ചവൻ, ഉളർമൻ അടുത്തെവിടെയോ ഉണ്ട് പോലും, കണ്ണുകൾ അവർ കാണാതോ അവനെ നേരിട്ട് കാണാതെ, അമൈവില സമാധാനിക്കുകയില്ല. നിന്റെ നാഥൻ നിന്നെ വിട്ട് പിരിഞ്ഞു പോയിട്ടില്ല. പോയാൽ തന്നെ അവനിതാ മടങ്ങി വന്നിരിക്കുന്നു, നിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതിനാൽ നീ സമാധാനിക്കുക എന്ന് ആശ്വസിപ്പിക്കുന്ന സഖിയോട് നായിക പറയാണ്. അവൻ്റെ സ്നേഹം ഉള്ളിൽ നിന്നായിരുന്നില്ല, വാക്കുകളാൽ മാത്രം അവൻ സ്നേഹം ഭാവിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണോ നീ പറയുന്നത്? തോഴിയോട് ചോദിക്കാൻ. എങ്കിൽ തന്നെ അതുകൊണ്ട് എന്താണൊരു ഗുണം? അവൻ എങ്ങനെയുള്ളവനാണെങ്കിലും അവനെ സ്നേഹിച്ചു പോയില്ലേ. അതുകൊണ്ട് നേരിട്ട് കാണാതെ കണ്ണുകൾക്ക് സമാധാനവും ഇല്ല. വാരാക്കാൽ തുഞ്ച വരിൻ തുഞ്ച ആയിടെ ആരഞ്ഞർ ഉറ്റന കൺ എത്തായിൽ നിദ്രയില്ലെത്തുകിൽ ഉറക്കമില്ലെൻമിഴികൾ ഇടറുന്നിതിടയിൽ. വാരാക്കാൽ എന്ന് പറഞ്ഞാൽ വരാതിരിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, തുഞ്ച ഉറങ്ങുകയില്ല, വരിൻ ഇനിയിപ്പോൾ വരികയാണെങ്കിലോ, ആയിടൈ അങ്ങനെ ഇരുവിധത്തിലും, ആറഞ്ഞരുറ്റന അടക്കാനാവാത്ത ദുഃഖത്തിന് വിധേയമായിരിക്കുന്നു. എന്തായാലും ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നീ ക്ഷമിക്കുക തന്നെ വേണം. നിന്റെ കണ്ണുകൾക്ക് വിശ്രമവും നൽകണം എന്ന് തോഴി സമാശ്വസിപ്പിക്കുകയാണ്. അതിന് നായികയുടെ മറുപടിയാണ്, ഞാൻ എന്തു ചെയ്യട്ടെ? നായകൻ വരാതിരിക്കുമ്പോൾ കണ്ണുകൾ ഉറക്കമിളച്ചും ഇമ പൂട്ടാതെയും അവന് വേണ്ടി കാത്തിരുന്ന് കുഴഞ്ഞു പോകുന്നു. ഇനി അവൻ വന്നാലോ? ഏതു നിമിഷത്തിലാണ് വീണ്ടും വിട്ടുപോവുക എന്ന സംഭ്രാന്തിയിൽ ഇമകൾ അടയുന്നതേയില്ല. ഒരു പക്ഷേ ഇമ ചിമ്മുന്ന ആ നിമിഷത്തിലാണ് അവൻ മറഞ്ഞു കളയുന്നതെങ്കിലോ? ഇങ്ങനെ അവൻ വന്നാലും വരാതിരുന്നാലും ഒരേ അനുഭവം തന്നെയാണ് എൻ്റെ കണ്ണുകൾക്ക് എന്നാണ് നായിക പറയുന്നത്. മറൈ പെറൽ ഊരാർ കരി തൻഡാൽ എമ്പോൾ അറൈ പറൈ കണ്ണാർ അകത്തു. എന്നെപ്പോൽ പറകൊട്ടും കണ്ണുള്ളോർ തൻ രഹസ്യം ഇന്നാട്ടാർ കരിതല്ലയറിയാൻ. എമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ, അറൈ പറൈ പെരുമ്പറ മുഴക്കുന്നത് പോലെ വ്യക്തമാകുന്ന വിധത്തിൽ, അകത്ത് അവനവൻ്റെ ഉള്ളിൽ, മറൈ രഹസ്യത്തെ, പെറൽ അറിയുക എന്നത്, ഊരാർക്ക് നാട്ടുകാർക്ക്, അരിതൻറ്റു പ്രയാസമുള്ളതല്ല. നീ ഇങ്ങനെ
വൃഥ ഓരോ പഴി പറഞ്ഞ് നായകൻ്റെ ക്രൂരത ഈ നാട്ടുകാരെ കൂടി അറിയിക്കുന്നത് ബുദ്ധിയല്ല. അവൻ്റെ സാഹചര്യജന്യമായ അകൽച്ച ക്ഷമാപൂർവം മറച്ചു പിടിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഉപദേശിക്കുന്ന തോഴിയോട് ഒരു വിശദീകരണമെന്നോണം നായിക പറയുന്നു. പെരുമ്പറ ആഞ്ഞടിക്കുമ്പോൾ കേൾക്കുന്ന മുഴക്കം നാട്ടുകാരിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ സാധിക്കുമോ? അതുപോലെ അത്യന്തം വിശദമാണ് അവൻ്റെ വലിയ കണ്ണുകൾ. എന്നെക്കുറിച്ച് രഹസ്യമായി അവൻ മനസ്സിൽ സൂക്ഷിക്കുന്ന വികാരം എന്താണെന്ന സത്യം ആ കണ്ണുകൾ തന്നെ നാട്ടുകാരോട് ഉറക്കെ വിളിച്ചു പറയുന്നു. അതിനാൽ സത്യാവസ്ഥ അവർ വളരെ വേഗം അറിയുന്നു. അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു. നാളെ പജപ്പുറു പരുവരൽ വിരഹ വൈവർണ്യം അധികാരം 119. അപ്പോൾ നന്ദി, നാളെ കാണാം.